ഹലോ, ക്രിസ്മസ് സ്പെഷ്യൽ സനീസ് കുസൈനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് താറാവ് റോസ്റ്റ്. സാധാരണ നമ്മൾ താറാവ് കറിയൊക്കെ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടൊക്കെയാണ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആലപ്പുഴ സ്റ്റൈൽ താറാവ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 1 കിലോ തനി നാടൻ താറാവ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നെയ്യൊക്കെ ഉള്ളൊരു താറാവാണ്. അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു 2-3 പ്രാവശ്യം വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് സെറ്റാവാൻ വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നെയ്യുള്ള ഇറച്ചിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 3 വിസിൽ വന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. താറാവ് വേവിക്കുമ്പോൾ അതങ്ങോട്ട് ഉടഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ ഇതേ നമ്മുടെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല. പക്ഷെ അതിൽ നിന്നും നെയ്യൊക്കെ ഇറങ്ങി ഇതേ അത്യാവശ്യം ലിക്വിഡായിട്ട് വന്നിട്ടുണ്ട്. താറാവൊക്കെ ആവശ്യത്തിന് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 12 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. പേസ്റ്റ് അല്ലാട്ടോ, ചതച്ചെടുത്തതാണ്. അതിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 15 എണ്ണം എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി. അതിട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, തേങ്ങാക്കൊത്ത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 തക്കാളി 4ആയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്തത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇവിടെ ഞാൻ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ആണ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. മല്ലിപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ മല്ലിയുടെ കുത്തുണ്ടാവും. അപ്പോൾ അത് പോകുന്നത് വരെ, ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം പൊടികളൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന താറാവ് ഇട്ട് കൊടുക്കാം. ഈ താറാവിൻ്റെ നെയ്യ് വേണമെങ്കിൽ ഊറ്റി മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണമെങ്കിൽ ഈ നെയ്യ് അതിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. ഇറച്ചി ഭയങ്കരമായിട്ട് അങ്ങോട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വേവ് നോക്കിയിട്ട് വേണം നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കൂടി പോകാൻ പാടില്ല, അപ്പോൾ ഒരു മല്ലിയിലയുടെ ഒരു കുത്ത് വരും. അപ്പോൾ ഇത്തിരി ഒരു മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ നെയ്യൊക്കെ വറ്റി നമ്മുടെ ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡക്ക് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ഇനി നമുക്ക് ഇതും മറ്റൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും മേരി ക്രിസ്മസ്. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സീ യു.